രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ കൊല്ലത്ത് പഴയിടത്തിൻ്റെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയി. അവിടെ ഞാൻ കൈ കഴുകാനായി പോയപ്പോഴാണ്, വാഷിങ്ങിന് പോയപ്പോഴാണ് അവിടെ കേട്ട ഒരു സംഭാഷണ ശലകമാണ്. അപ്പോൾ ഒരാൾ പറയുകയാണ്, എന്താണ് മതപഠനം നിരോധിക്കണം, ഈ മതപഠനമാണ് സർവ്വ കുഴപ്പങ്ങൾക്കും കാരണം. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു സ്ത്രീയുടെ പറച്ചിലാണ്, ജാതി ചോദിച്ചാണ് കൊല്ലുന്നത്. അതായത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഭീകര ആക്രമണത്തെ കുറിച്ചുള്ളതാണ്. ഒരുപക്ഷെ മതപഠനം നിരോധിക്കണമെന്ന് പറഞ്ഞ ആള് നിരീശ്വരവാദിയാകാം, അല്ലെങ്കിൽ ഇതൊക്കെ കണ്ട് സഹികെട്ട് മടുത്തിട്ട് പറയുന്നതാകാം. ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണെന്ന് പറയുന്നത് സത്യമാണെങ്കിൽ മതവും സ്നേഹമാണ്. ദൈവം ഒരിക്കലും കൊല്ലാൻ പറയില്ല, അങ്ങനെയെങ്കിൽ മതവും കൊല്ലാൻ പറയില്ല. ആ അർത്ഥത്തിൽ മതപഠനം വളരെ നല്ലതാണ്. അത് ഹിന്ദു നടത്തിയാലും ക്രിസ്ത്യൻ നടത്തിയാലും മുസ്ലിം നടത്തിയാലും മതപഠനം അവരെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് അതിൻ്റെ കറക്റ്റ് സെൻസിൽ പഠിപ്പിക്കുമെങ്കിൽ നല്ലതാണ്. ആ അർത്ഥത്തിൽ മതപഠനം നിർബന്ധമാക്കുക തന്നെ വേണം. കാരണം ഒരു നല്ല മതപഠനം ഒരു നല്ല തലമുറയെ സൃഷ്ടിക്കാൻ സഹായിക്കും. കാരണം സർവ്വ മതങ്ങളിലും സ്നേഹിക്കാനാണ് പറയുന്നത്, മറ്റൊന്നും പറയുന്നില്ല. ഒരു എറുമ്പിനെ പോലും നോവിക്കരുതെന്നാണ് പറയുന്നത്. പക്ഷേ തെറ്റായ മതപഠനം ഒരു തലമുറയെ മുഴുവൻ വഴിതെറ്റിക്കുമെന്നറിയുക. ഒരു തലമുറ മൊത്തം വഴിതെറ്റിപ്പോകും. അതായത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, സത്യമല്ല ഒരു ഇത് വന്നത്, ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു ദമ്പതികൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വഴിയിൽ വെച്ച് ഭീകരവാദികൾ തടഞ്ഞു നിർത്തിയിട്ട് അവരോട് ചോദിച്ചു, അവരുടെ വിവരങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഖുറാനിലെ വരികൾ ചൊല്ലാൻ പറഞ്ഞു. അപ്പൊ അയാൾ ഖുറാനിലെ വരികൾ ചൊല്ലി. അപ്പോൾ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. കാറ് കുറച്ച് മുന്നോട്ട് കഴിഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, അല്ല അവര് ഖുറാനിലെ വരികൾ ചൊല്ലാനല്ലേ പറഞ്ഞത്? അപ്പൊ പറഞ്ഞു, അതെ. അല്ല നിങ്ങൾ ചൊല്ലിയത് ഭഗവത്ഗീതയിലെ വരികളാണല്ലോ. അപ്പൊ അയാൾ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, എടി ഖുറാൻ വായിച്ചവൻ ഒരിക്കലും ഇതിനിറങ്ങിത്തിരിക്കില്ല. അതല്ലേ, ഖുറാൻ എന്തെന്ന് വായിച്ചവൻ ഒരിക്കലും ഇതിനിറങ്ങിത്തിരിക്കില്ല. കാരണം ഖുറാൻ എന്ന് പറയുന്നത് എന്താണ്? സ്നേഹമാണ്. പിന്നെ ബൈബിൾ എന്ന് പറയുന്നത് സ്നേഹമാണ്. വേദങ്ങളും ഉപനിഷത്തുകളും പഠിപ്പിക്കുന്നത് ഏതാണ്? സ്നേഹമാണ്. പക്ഷേ ഇന്ന് മതം പഠിപ്പിക്കാൻ വരുന്നവര് ഈ സ്നേഹത്തെ മറച്ചു വെച്ചിട്ട് അവരിലേക്ക് വിഷം കുത്തിവെക്കുകയാണ്. ഇന്നത്തെ മതപഠനങ്ങളെല്ലാം വിഷം കുത്തിവെക്കുന്നതിലേക്ക് മാറിയിരിക്കുകയാണ്. ശരിക്കും മതം പഠിപ്പിക്കേണ്ടത് നല്ല അറിവുള്ളവരായിരിക്കണം. വലിയ ദൈവങ്ങൾ എഴുതി വെച്ച മതം അതിനെക്കുറിച്ച് പഠിപ്പിക്കാൻ വരുന്നത് 8ാം ക്ലാസ് തോറ്റവനും 10ാം ക്ലാസ് തോറ്റവനുമാണ്. അവൻ്റെ സംസ്കാരത്തിനനുസരിച്ച് ഇതിനെ വ്യാഖ്യാനിച്ചു കൊടുക്കും. അതായത് മതപഠനത്തിലെ ഏറ്റവും വലിയ ഡേഞ്ചറസ്, ഇന്ന് ഭാരതം നേരിടുന്ന ഏറ്റവും വലിയ ഡേഞ്ചറസ്, ഓരോ മതങ്ങളും പറഞ്ഞു കൊടുക്കുന്നു ഞങ്ങളുടെ മതമാണ്, നമ്മുടെ മതമാണ് ഏറ്റവും വലുത്, നമ്മുടെ ദൈവമാണ് സത്യം, മറ്റു ദൈവങ്ങളെയും മറ്റു മതങ്ങളെയും ഒന്നും എന്ത് ചെയ്യണ്ട, ബഹുമാനിക്കണ്ട. ഇതാണ് മതപഠനത്തിലെ ഏറ്റവും വലിയ വൈകൃതം. എൻ്റെ മതം സത്യം, ബാക്കിയുള്ളവൻ്റെ മതം ഒന്നും കൊള്ളത്തില്ല, അവനൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അവരുടെ ദൈവങ്ങളെയും എന്ത് ചെയ്യുന്നു? വിമർശിക്കുന്നു. അതോടുകൂടി ഇവർക്ക് എന്ത് ചെയ്യുന്നു? കുഞ്ഞുനാളിലാണ് മതപഠനം നടത്തുന്നത്. അപ്പോൾ കൊച്ചിലെ തന്നെ നമ്മുടെ മതമാണ് സത്യമെന്നും മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നതൊന്നും ശരിയല്ലെന്നും അവരുടെ ദൈവങ്ങളെ അല്ലെന്നും പറയുമ്പോൾ കുഞ്ഞുനാൾ തൊട്ടേ അവരിലേക്ക് വിഷം കടത്തി വിടുകയാണ്. ഒരിക്കൽ ഞാനൊരു ക്ലാസ് എടുക്കുമ്പോൾ, സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് എടുക്കുന്ന അവസരത്തിലും മുതിർന്നവരാണ്, അല്ലാതെ കൊച്ചുകുട്ടികളല്ല, മുതിർന്നവരെ വെച്ചുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പം ആ ക്ലാസ്സിനകത്ത് ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു ക്ലാസ്സിൽ, അതാണ് അപകടവും ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള ഒരു ക്ലാസ്സിൽ ഒരാളുടെ ബർത്ത്ഡേ, അയാൾ ഇങ്ങനെ പറഞ്ഞു, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു.
അപ്പം മറ്റുള്ളവരെല്ലാവരും കൂടെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ ചെലവ് ചെയ്യണം. അപ്പോൾ അയാൾ പറഞ്ഞു എന്തോ വേണം നിങ്ങൾ പറ. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, കേക്ക് കെട്ടി ആദ്യം നമുക്കൊരു കേക്കൊക്കെ വാങ്ങിക്കാം. അപ്പം പിന്നെ ഞങ്ങൾ വീട്ടിൽ പൈസയൊക്കെ ഉണ്ട്. അപ്പോൾ ഉടനെ അവിടെ നിന്നൊരു 3 പേര് പോയി ഇവിടെ തൊട്ടടുത്തൊരു ബേക്കറി ഉണ്ട്, ബേക്കറിയിൽ നിന്നൊരു കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ അതിനകത്ത് ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ അത് കഴിക്കില്ല, ഇത് ഞങ്ങളുടെ മതത്തിനെതിരാണ്. അപ്പം ഞാൻ പറഞ്ഞു അതെങ്ങനെ നിങ്ങളുടെ മതത്തിനെതിരോ? ലോകത്ത് ഏതെങ്കിലും ഒരു മതത്തിൽ കേക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കെ. ലോകത്ത് ഏതെങ്കിലും ഒരു മതത്തിൽ ഞാൻ പറഞ്ഞു ഇത് മന്ത്രം ചൊല്ലുന്ന കേക്കല്ല, ഒന്നുമല്ല, ബേക്കറിയിൽ നിന്നൊരു കേക്ക് വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. എടി ഇയാൾ ബേക്കറിയിൽ പോയി ഭക്ഷണം കഴിക്കത്തില്ലേ, കടയിൽ പോയി ഭക്ഷണം കഴിക്കത്തില്ലേ? ഇത് നമ്മൾ ആകെ ചെയ്യുന്നത് ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ ഒരു കേക്ക് എടുത്ത് മുറിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞാൽ അത് മതത്തിനെതിരാണ് എന്ന് ഈ പക്വതയുള്ള ആൾ വിശ്വസിക്കണമെങ്കിൽ അയാളെ മതം പഠിപ്പിച്ച ആൾ എന്തായിരിക്കും പറഞ്ഞു കൊടുത്തതെന്ന് ഓർത്തു നോക്കേ. സത്യത്തിൽ അവിടെ ഇരുന്നവരെല്ലാം സ്തംഭിച്ചു പോയി. കാരണം ഇത് നമ്മൾ കേട്ടുകേൾവിയില്ലാത്തതാണ്. ഇപ്പം അമ്പലത്തിൽ പൂജിച്ച് ഇപ്പം ഗണപതി അമ്പലത്തിലെ ഉണ്ണിയപ്പം കൊണ്ടുവരുമ്പോൾ മറ്റൊരു മതക്കാർ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ തലമുറ മാറിപ്പോയ വിവരം ഈ ഒരു മതത്തിൽപ്പെട്ടവരും അറിയുന്നില്ല. ഒരു പുതിയ തലമുറയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല. ആ പുതിയ തലമുറ ഇന്ന് ഇപ്പം ഞാൻ തന്നെ ക്ലാസ്സിൽ പിന്നെ മറ്റു കുട്ടികളും ഗണപതി അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന ഇതൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉണ്ണിയപ്പം കൊണ്ടുവന്നാൽ എല്ലാ മതക്കാരും കഴിക്കുന്നുണ്ട്. സകല പുതിയ തലമുറ മാറി. ഒരു പറ്റം പഴയ തലമുറയും പിന്നെ പുതിയ തലമുറയെ വഴിതെറ്റിക്കാൻ കൊച്ചിലെ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന കുറച്ചു പേരുമാണ്. ഒരിക്കൽ ഒരു മതമേലധ്യക്ഷൻ ഇവിടെ പ്രഖ്യാപിച്ചതാണ്, നമ്മുടെ സമുദായത്തിൽപ്പെട്ട കുട്ടികൾ നമ്മുടെ സമുദായം നടത്തുന്ന സ്കൂളുകളിൽ തന്നെ ചേരണം. ഞെട്ടിപ്പോയി. എന്തൊരു വിവരക്കേടാണ് പറഞ്ഞത്, വിവരക്കേടാ. അങ്ങനെയാണെങ്കിൽ ആ സ്കൂൾ എന്ന് പൂട്ടിയെന്ന് ചോദിച്ചാൽ മതി. ഇവിടെ ജാതി തിരിച്ചാണ് സ്കൂളിൽ പോകുന്നതെങ്കിൽ ഹിന്ദുക്കളുടെ സ്കൂളിൽ, മുസ്ലിങ്ങളുടെ സ്കൂളിൽ, ക്രിസ്ത്യാനികൾ നടത്തുന്ന സ്കൂളിൽ പോയാൽ ബാക്കി സ്കൂളൊക്കെ പൂട്ടിപ്പോകും. മനസ്സിലല്ലേ? ഇതിനകത്ത് ആര് കയറും? അതിനകത്ത് സത്യത്തിൽ ഈ പ്രസ്താവന നടത്തിയ മതമേലധ്യക്ഷനെ ചോദ്യം ചെയ്യേണ്ടതാണ് പോലീസ് അറസ്റ്റ് ചെയ്ത്. പക്ഷേ ചെയ്യത്തില്ല. അവിടാണ് നമ്മുടെ കുഴപ്പം. ഇത്തരം മതസൗഹാർദ്ദം തകർക്കുന്ന ഒരൊറ്റ വാക്കും പറയാൻ ഒരാളെയും അനുവദിക്കരുത്. അത് ഏത് മതത്തിൽപ്പെട്ടതായാലും. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കെ, ഈ മതമേലധ്യക്ഷൻ ഇത് പറഞ്ഞനൊക്കെ ഒരു പത്രവും അതിനെക്കുറിച്ച് റിപ്പോർട്ടില്ല, ഒരു ചാനലും ഒരു ചർച്ചയും നടത്തിയില്ല. മറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. എന്നോട് അടുത്തിരിക്കുന്നവരെന്ന് പറഞ്ഞൊരു വാചകമാണ് ഈ പറഞ്ഞതൊരു ഹിന്ദു സന്യാസി ആയിരുന്നെങ്കിൽ തീർന്നു. നിങ്ങൾ ആലോചിക്കുക, മതസ്പർദ്ധ വളർത്തുന്നതിൽ, ഹിന്ദുക്കൾക്ക് രോഷമുണ്ടാക്കുന്നതിൽ ഒരു പങ്ക് പത്രത്തിനും ചാനലുകാർക്കും ഉണ്ട്. അവര് ഹിന്ദുക്കളാണ് എന്തെങ്കിലും പറയുന്നെങ്കിൽ അത് ചർച്ച ചെയ്യും, മറ്റു മതക്കാർ പറഞ്ഞാൽ മിണ്ടാതെ ഇരിക്കും. കാരണം അവർ സംഘടിതരാണ്. പിറ്റേന്ന് തൊട്ട് ആ ചാനൽ കാണത്തില്ല, ആ പത്രം വരുത്തത്തില്ല. അങ്ങനെ ചെയ്യരുത്. ദയവ് ചെയ്ത് ഈ ചാനലുകാരും പത്രക്കാരും ഒന്നും മതപരമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. അതൊക്കെ കൂടുതൽ അവരുടെ മതത്തെ തീവ്രമാക്കി തീർക്കാൻ ശ്രമിക്കും. സത്യം പറഞ്ഞാൽ ഈ ഹിന്ദു മതവിശ്വാസികൾക്ക് തീവ്രമായ ഒരു മനോഭാവം വന്നത് ശബരിമല ഇഷ്യൂവിലാണ്. കാരണം ശബരിമലയിലെ സകല ചാനലുകാരും പെണ്ണുങ്ങളെ കേട്ടണമെന്നാണ്. പക്ഷേ ഹിന്ദു മതത്തിൽപ്പെട്ട വിശ്വാസികളായ ഒരൊറ്റ സ്ത്രീക്ക് പോലും കയറണ്ട. ഒരു ചാനൽ പോലും സ്ത്രീകളുടെ ഇടയിൽ ഒരു സർവേ നടത്തിയോ? ഇല്ല. ആ ചാനലിൽ വന്നിരുന്നു കൊണ്ട് കുറെ സ്ത്രീകളായ അവതാരകമാരുണ്ട്. സത്യം പറഞ്ഞാൽ അത് കേട്ടതോടുകൂടിയാണ് സത്യം പറഞ്ഞാൽ ഹിന്ദുക്കളിൽ തീവ്ര വികാരം വളർത്തിയതിൻ്റെ ഒരു കാരണം ഈ സ്ത്രീ അവതാരകമാർ തന്നെയാണ്. അവർ ചാനലിൽ വന്നിരുന്നു കൊണ്ട് അയ്യപ്പൻ്റെ അടുത്ത് അത് കേട്ടണമെന്ന് പറഞ്ഞപ്പോൾ ദേഷ്യമായി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ തുടങ്ങി, ഇത് നിങ്ങൾ പള്ളിയിൽ കേൾക്കണമെന്ന് പറഞ്ഞാൽ കണ്ടോ, മതസ്പർദ്ധ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, തെറ്റെന്ന് പറയുക. ഏത് മതം ചെയ്താലും തെറ്റെന്ന് പറയുക. മതസൗഹാർദ്ദത്തിന് കോട്ടം വരുത്തുന്ന പ്രവൃത്തി ആര് ചെയ്താലും അത് തെറ്റാണെന്ന് പറയണം. അവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുകയും വേണം. പിന്നെ ഒരു മതത്തിൻ്റെയും ആചാരങ്ങളിൽ ഇടപെടാതിരിക്കുക. ഹിന്ദുക്കൾക്ക് അവിടെ ശബരിമലയിൽ സ്ത്രീകളെ കേട്ടണ്ടെന്നാണെങ്കിൽ കേട്ടണ്ട, ക്രിസ്ത്യൻസിന് അങ്ങനെയാണെങ്കിൽ അതങ്ങനെ. അല്ലാതെ
ഹിന്ദുക്കളുടെ ആചാരത്തിൽ കയറി മറ്റു ചാനലുകാര് ഇടപെടേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഇവിടെ എനിക്ക് പറയാനുള്ളത്, മതപഠനം നല്ലതാണ്, പക്ഷേ നല്ല നിയന്ത്രണം വേണം. ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു സിലബസ് വേണം. ഇങ്ങനെ തോന്നിയ കണക്ക് ഇതിനെ വിടാൻ പാടില്ല. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതപഠനം നടത്തട്ടെ. ഒരു കാരണവശാലും എൻ്റെ മതം മാത്രം സത്യം, എൻ്റെ ദൈവം മാത്രം സത്യം ഇങ്ങനെ കുഞ്ഞുനാളിൽ പറഞ്ഞ് കൊച്ചുങ്ങളിൽ വിഷം കയറ്റാൻ അനുവദിക്കരുത്. മറിച്ച് മതപഠനം നടത്തുന്ന അധ്യാപകർ ഏത് മതത്തിൽപ്പെട്ടവരായാലും അവർ പറഞ്ഞു കൊടുക്കേണ്ടത് ഇതാണ്: വേർഷിപ്പ് യുവർ ഗോഡ് ആൻഡ് റെസ്പെക്ട് അതർ ഗോഡ്. അതാണ് യഥാർത്ഥത്തിൽ പഠിപ്പിക്കേണ്ടത്. വേർഷിപ്പ് യുവർ ഗോഡ്. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ, ഇപ്പം ഒരു ക്രിസ്ത്യാനിയാണ്, ഒരു ക്രിസ്ത്യാനി മതപഠനം നടത്തുമ്പോൾ പറയണം, നോക്കൂ, നമ്മൾ യേശുവിനെ മാത്രം ആരാധിച്ചാൽ മതി, നമ്മുടെ ദൈവം യേശുവാണ്, നിങ്ങൾ ബൈബിള് മാത്രം വായിച്ചാൽ മതി. പക്ഷേ മറ്റു ദൈവങ്ങളെയും അവരുടെ മതങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ഈ ഒരു വാക്ക് മതപഠനം നടത്തുന്നവർ പറയുക തന്നെ വേണം. മറിച്ച് എൻ്റെ മതം വലുത്, എൻ്റെ ദൈവം കറക്റ്റ്, ഈ പറച്ചിൽ നിർത്തണം. നിങ്ങളുടെ മതം മാത്രമല്ല വലുത്, നിങ്ങളുടെ ദൈവം മാത്രമല്ല ഇത്, എല്ലാം ഉണ്ട്. അങ്ങനെ നിങ്ങൾ പറയുന്നത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ പറയേണ്ടി വരും, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശക്തി ഹിന്ദു ദൈവങ്ങൾക്കാണെന്ന്. കാരണം ക്രിസ്ത്യൻസോ മുസ്ലിംസോ വിചാരിച്ചിട്ട് പ്രധാനമന്ത്രിയാകുന്നില്ലല്ലോ. തിരിച്ച് യൂറോപ്പിൽ ചെല്ലുമ്പം പറയും, അവിടെ ക്രിസ്തു മാത്രമാണ് ശക്തിയുള്ളത്, ബാക്കിയുള്ളവർക്ക് ശക്തിയില്ല. കാരണം അവിടെ ജയിച്ചതാകുന്നത് ക്രിസ്ത്യനാണല്ലോ. പാകിസ്ഥാനിൽ ചെന്നാൽ നമുക്ക് പറയേണ്ടി വരും, ബംഗ്ലാദേശിലും ചെന്നാൽ അവിടെ മുസ്ലിം ദൈവങ്ങൾക്ക് മാത്രമാണ് സത്യം. ഇനി ഈ 3 പേര് അറിയേണ്ട ഒരു കാര്യമുണ്ട്: എൻ്റെ മതം സത്യം, എൻ്റെ ദൈവം ഭയങ്കരം, എൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ തൊലഞ്ഞു പോകും എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്. നിങ്ങൾ ആലോചിക്കുക, ഒരു ദൈവത്തിലും വിശ്വസിക്കാത്തൊരു വർഗമുണ്ട്, നിരീശ്വരവാദികൾ, അല്ലേ? ഇപ്പം നമുക്ക് നമ്മുടെ കേരളത്തിലിരിക്കുന്ന ചീഫ് മിനിസ്റ്ററും കേരളത്തിലെ മന്ത്രിമാരും അവർ ഒരു ദൈവങ്ങളിലും വിശ്വസിക്കുന്നില്ല. അവർ അള്ളാഹുവിലും വിശ്വസിക്കുന്നില്ല, കൃഷ്ണനിലും വിശ്വസിക്കുന്നില്ല, യേശുവിലും വിശ്വസിക്കുന്നില്ല. പക്ഷെ അവരല്ലേ മുഖ്യമന്ത്രി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയേണ്ടി വരുമല്ലോ, ഹിന്ദു ദൈവങ്ങളെക്കാട്ടിയും ക്രിസ്ത്യൻ ദൈവങ്ങളെക്കാട്ടിയും മുസ്ലിം ദൈവങ്ങളെക്കാട്ടിയും ശക്തി നിരീശ്വരവാദികൾക്കുണ്ടെന്ന് പറയേണ്ടി വരുമല്ലോ, അല്ലേ? അപ്പൊ എൻ്റെ മതം മാത്രം സത്യം, എൻ്റെ ദൈവം മാത്രം സത്യം എന്ന് പറയുന്നവര് നിരീശ്വരവാദികളെ മറന്നു പോകുന്നു. ഈ 3 പേരും, അതായത് ഹിന്ദു മതത്തിലും ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും വിശ്വസിക്കുന്നവര് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ നിൽക്കുകയല്ലേ? അതെന്റെ ദൈവമാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ദൈവം നിരീശ്വരവാദിയെ തോപ്പിക്കണ്ടേ? ദൈവം ഇതൊന്നുമല്ല നോക്കുന്നത്. നമ്മുടെ അദ്ദേഹം ചീഫ് മിനിസ്റ്ററായത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഒരുപാട് നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കും. ഒരു പക്ഷേ ഒരു വാർദ്ധക്യ പെൻഷൻ, അപ്പോൾ ഉടനെ അദ്ദേഹം കൊണ്ടുപോയി ശരിയാക്കി കൊടുക്കും. അപ്പോൾ ആ അമ്മ പറയും, മോനെ നീ നന്നായി വരും, ഇത് ദൈവം അവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു, ദൈവം അതാ മാർക്ക് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഈശ്വര വിശ്വാസി അതൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇലക്ഷന് നമ്മുടെ ചീഫ് മിനിസ്റ്ററും അദ്ദേഹത്തിന് എതിര് നിൽക്കുന്ന ആളും വരുമ്പോൾ ദൈവം നോക്കുന്നത് ഇദ്ദേഹം എന്നിൽ വിശ്വസിക്കുന്നു എന്നല്ല, ഇദ്ദേഹം മറ്റുള്ളവർക്ക് എന്തുമാത്രം നന്മ ചെയ്തു. അപ്പൊ ചീഫ് മിനിസ്റ്റർ നന്മ ചെയ്തു, അതുകൊണ്ട് അദ്ദേഹം ജയിച്ചു, അവർ മുഖ്യമന്ത്രിയുമായിട്ടിരിക്കുന്നു. അപ്പോൾ ഒരു ദൈവത്തിലും വിശ്വസിക്കാത്തവരായി ഇവിടെ ഇരിക്കുന്നത്. പിന്നെ എന്തിനാണ് നിങ്ങൾ അടികൂടുന്നത്? അതുകൊണ്ട് ഗവൺമെൻറ് കർശനമായി ഓർഡർ ഇടണം. മതം പഠിപ്പിക്കുന്നത് നല്ലതാണ്, പക്ഷേ ഈ പറച്ചിൽ നിർത്തണം. എൻ്റെ മതം നല്ലത്, മറ്റു ദൈവങ്ങൾ കുഴപ്പം. അതങ്ങനെ ഇടിച്ചു താഴ്ത്തിയാണ് ഇവർ പറഞ്ഞു കൊടുക്കുന്നത്. ഇടിച്ചു താഴ്ത്തി പറഞ്ഞു കൊടുക്കും. അത് നിർത്തണം. ഇങ്ങനെ പഠിപ്പിക്കണം. വർഷിപ്പ് യുവർ ഗോഡ്, റെസ്പെക്ട് അതർ ഗോഡ്. നോക്കൂ, നമ്മൾ നമ്മുടെ അച്ഛനെ ബഹുമാനിക്കണം, പക്ഷെ മറ്റുള്ളവരുടെ അച്ഛനെയും ബഹുമാനിക്കണ്ടേ? അതെന്തൊരു വൃത്തികേടാണ്. നമ്മൾ നമ്മുടെ അച്ഛനെ ബഹുമാനിക്കുന്നു, എന്നിട്ട് മറ്റുള്ളവൻ്റെ അച്ഛനൊന്നും അച്ഛനല്ല എന്നും നമ്മുടെ അച്ഛൻ മാത്രമാണ് സത്യമെന്നും പറഞ്ഞാൽ ഈ ലോകത്ത് എങ്ങനെ ജീവിക്കാൻ പറ്റും? അപ്പൊ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാര്യം ഇതാണ്. പിന്നെ എനിക്ക് പത്രക്കാരോടും ചാനലുകാരോടും ഒക്കെ പറയാനുള്ളത്, നിങ്ങളാണ് ഇവിടെ BJP വളർത്തുന്നത്, യാതൊരു സംശയവുമില്ല. നിങ്ങൾ ഇരുട്ട് വെളുക്ക ഹിന്ദുക്കളുടെ കാര്യത്തിൽ ഇടപെടും. ഹിന്ദുക്കൾ എന്തു പറഞ്ഞാലും, ഹിന്ദുക്കളുടെ ഇത് പറയുമ്പോഴും എതിർപ്പ് വരും. സ്വാഭാവികമായിട്ടും ഹിന്ദുക്കൾ കൂട്ടത്തോടെ പോകും. ഹിന്ദുക്കൾ കൂട്ടത്തോടെ BJPയിൽ ചേർന്നതിന് എൻ്റെ കൺമുമ്പിലെ തെളിവുകളാണ് ശബരിമല വിഷയത്തിൽ ചാനൽ ചർച്ചയിൽ സ്ത്രീകൾ വന്നിരുന്ന് നടത്തിയ ചർച്ച. ആ നിമിഷം
വലിയ കമ്മ്യൂണിസ്റ്റായ സ്ത്രീകൾ വരെ മാറിക്കളഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഹിന്ദു മതവിശ്വാസികളെ കൂടുതൽ അവരെ ഇങ്ങനെ എപ്പോഴും എന്ത് കാര്യത്തിനും അവരുടെ കാര്യത്തെ എതിർക്കുന്നത് ആദ്യം നിങ്ങൾ നിർത്തുക. അപ്പം മതപഠനം നിരോധിക്കണോ എന്ന് ചോദിച്ചാൽ മതപഠനം നിരോധിക്കേണ്ട, നടക്കട്ടെ. പക്ഷേ ഈ വിഷം കുത്തിവെക്കുന്നത് നിർത്തുക തന്നെ വേണം. ഇനി ഓരോ മതക്കാരും പഠിപ്പിക്കാനായി നല്ല അറിവും വിദ്യാഭ്യാസവും ഉള്ളവരെ തിരഞ്ഞെടുക്കണം. മനസ്സിലല്ലേ? മിനിമം ഒരു ക്വാളിഫിക്കേഷൻ ഡിഗ്രി എങ്കിലും പാസ്സായവനായിരിക്കണം. അപ്പം ഞാൻ ഇതാ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ തന്നെ ആരാധിക്കുക, പക്ഷേ മറ്റുള്ളവരെ എന്ത് ചെയ്യുക? നമ്മൾ ബഹുമാനിക്കണം. അതില്ലാത്തത് കൊണ്ടാണ് ഭീകരവാദം ഉണ്ടാകുന്നത്. ഭീകരവാദികൾ ജാതി ചോദിച്ചു കൊല്ലുന്നത് കുഞ്ഞുനാളിലെ ഈ വിഷം കിട്ടുന്നതിൻ്റെ ഫലമായിട്ടാണ്. നോക്കൂ, എനിക്ക് ഹിന്ദു മതത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഹിന്ദുവായി ജനിച്ചതുകൊണ്ടല്ല. ജനിച്ചതിന് ശേഷം ഞാൻ വായിച്ചു. അപ്പം എനിക്ക് ഒരു ശ്ലോകമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതും ഹിന്ദു എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നത് ആ ഒരൊറ്റ ശ്ലോകത്തിൻ്റെ പുറത്താണ്. ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. ആകാശത്ത് നിന്ന് പതിക്കുന്ന വെള്ളം, മഴ സമുദ്രത്തിൽ ചെന്ന് ചേരുന്നത് പോലെ നീ ഏത് ദേവനെ നമസ്കരിച്ചാലും എന്നിൽ വന്ന് ചേരും. അതുകൊണ്ട് നിനക്കേത് ദേവനെയും നമസ്കരിക്കാം. ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അവന് ക്രിസ്തുവിനെയാണ് നമസ്കരിക്കാൻ ആഗ്രഹമെങ്കിൽ പോയി നമസ്കരിച്ചുള്ളവരാണ് ഹിന്ദുമതം പറയുന്നത്. ഒരു കുഴപ്പമില്ല, കാരണം എല്ലാം ഞാൻ തന്നെയാണ്, എല്ലാം ഒന്നാണ്. അതല്ല ഒരു ഹിന്ദുവിന് ഇസ്ലാം മതത്തിൽ വിശ്വാസം വന്ന് ആ രീതിയിൽ ആരാധിക്കണോ ചെന്നുള്ളവനാണ് ഹിന്ദുമതം പറയുന്നത്. അത് അനുവദിച്ചിട്ടുണ്ട് എന്ന് മാത്രവുമല്ല, അങ്ങനെ ചെയ്ത് രണ്ട് ദൈവങ്ങളുടെയും ആളുകളെ സാക്ഷാത്കരിച്ചത് ഹിന്ദുവാണെന്നറിയുക നിങ്ങൾ. പരമഹംസര്, സ്വാമി വിവേകാനന്ദന്റെ ഗുരു. സ്വാമി വിവേകാനന്ദന്റെ ഗുരു കള്ളനാന്നാരും പറയത്തില്ലല്ലോ. സ്വാമി വിവേകാനന്ദന്റെ ഗുരു പള്ളിയിൽ ചെല്ലുകയും പുരോഹിതന്മാരുടെ നിർദ്ദേശപ്രകാരം ഉപാസിക്കുകയും യേശുവിനെ സാക്ഷാത്കരിക്കുകയും ചെയ്തു. അതേ കണക്ക് തന്നെ മുസ്ലിമായിട്ട് വരികയും ആ പള്ളിയുടെ അവിടെ കിടന്ന് വരാന്തയിൽ അവിടെയാണ് കിടന്ന് ഉറങ്ങുകയും ആ സമയത്ത് കാളി ക്ഷേത്രത്തിലേക്ക് നോക്കുക പോലും ചെയ്യില്ല. അങ്ങനെ അതിനെയും സാക്ഷാത്കരിച്ചു. അത് ഹിന്ദുമതത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രമാണ്. കാരണം ഹിന്ദുക്കൾ പറയുന്നത് നിങ്ങൾക്ക് ഇസ്ലാമിനെ ആരാധിക്കണോ അല്ലെങ്കിൽ ആ മതത്തിൽ ചേരണോ, നിങ്ങൾ ചേർന്നുള്ളൂ. ക്രിസ്തു മതത്തിൽ ചേർന്നോ, കാരണം എല്ലാം ഒന്നാണ്. ഏത് ദേവനെ നമസ്കരിച്ചാലും എന്നിൽ വന്നു വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് മതപഠനം നടത്തുന്നവരോട് ഞാൻ ഒന്നും കൂടെ പറയുന്നു, നമുക്കൊക്കെ ഇവിടെ സൗഹാർദ്ദമായി ജീവിക്കണം. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഇന്ത്യയുടെ ഭാഗങ്ങളാണ്. നമ്മൾ മൂന്ന് പേരും ഒത്തൊരുമിച്ച് നിൽക്കുന്നതാണ് ശക്തി. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നിച്ചു നിന്നാൽ അതിനെ തകർക്കാൻ ആർക്കും കഴിയില്ല. ഇന്നിപ്പോൾ അങ്ങനല്ല. ഭീകരാക്രമണം നടക്കുമ്പോൾ നല്ലവരായ ഒരുപാട് മുസ്ലിങ്ങൾക്ക് എന്തൊരു വിഷമമാണ്. ഞങ്ങളുടെ പേരും കൂടെ ഇവന്മാരില്ലാതാക്കി. ഈവൻ ഞാൻ എൻ്റെ മുടി വെട്ടിയാൻ ചെന്നപ്പോൾ അബ്ദുവിൻ്റെ അടുത്താണ് ഞാൻ എന്നും മുടി വെട്ടുന്നത്. അബ്ദു ആണ് എനിക്ക് എപ്പോഴും ചെയ്യുന്നത്. അബ്ദു മുസ്ലിമാണ്. അപ്പം ഞാൻ മുടി വെട്ടാൻ ചെന്നപ്പോൾ അബ്ദുവിന് എന്നോട് വലിയ സ്നേഹമാണ്. അബ്ദു വളരെ വിഷമത്തോടു കൂടി പറയാൻ തുടങ്ങി, സാറേ അത് അങ്ങനെ അതെങ്ങനെ, അവരന്മാർക്ക് വിവരമില്ല, അവന്മാർ വന്ന് അങ്ങനെ ചെയ്യുന്നത്, അല്ലാതെ അവന്മാർക്ക് അങ്ങനെ മുസ്ലിം ഒന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞു, പോട്ടബ്ദു അങ്ങനെ വിഷമിക്കണ്ട, അവന്മാരൊന്നും മനുഷ്യരല്ല, മുസ്ലിമും അല്ല, മൃഗങ്ങളാണ്, അതുകൊണ്ടാണ് ചെയ്തത്. എൻ്റെ എത്രയോ മുസ്ലിം കൂട്ടുകാർക്ക് എന്തുമാത്രം വിഷമമുണ്ടെന്നറിയാമോ? അതേ കണക്കല്ലേ ഇടയ്ക്ക് വെച്ച് മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ ഒരു അർച്ചന നടത്തിയപ്പോൾ ഒരു വിദ്വാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? സത്യത്തിൽ ഇതൊക്കെ അപ്പോഴേ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. ഇത് ഇങ്ങനൊന്നും മതത്തെ ഈ സ്നേഹവുമായി കൂട്ടിക്കുഴയ്ക്കാൻ അനുവദിക്കരുത്. മമ്മൂട്ടിക്ക് അസുഖമായി വന്നപ്പോൾ മോഹൻലാൽ അവർ തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ, സത്യത്തിലൊരു മതസൗഹാർദ്ദത്തിൻ്റെ ഉറവിടമാണ്. ഒരു മുസൽമാന് വേണ്ടി പോയി പ്രാർത്ഥിക്കുമ്പോൾ അഭിനന്ദിക്കുക. ഇനി ഈ മമ്മൂട്ടി മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി ചെയ്തപ്പോൾ മമ്മൂട്ടി പറഞ്ഞിട്ടാണ് ചെയ്തതെങ്കിൽ മമ്മൂട്ടി ഇന്ന പ്രായച്ചിത്തം ചെയ്യണമെന്നൊരു മുസൽമാൻ വന്നിരുന്ന് ഫേസ്ബുക്കിലോ എന്തോ പറയുമ്പോൾ ആ മനുഷ്യനൊന്ന് വിട്ടുപോയി. മമ്മൂട്ടിക്ക് ക്യാൻസർ വരുമ്പോൾ നമുക്ക് ക്യാൻസറാണ് വന്നതെന്നറിഞ്ഞാൽ നമ്മുടെ എന്തുമാത്രം തകർന്നു പോകും. അങ്ങനെ മമ്മൂട്ടി തകർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ ആ മനുഷ്യന് സുഖം വരണേന്ന് പ്രാർത്ഥിക്കുകയല്ല. ഇത്രയും നാളും ഇസ്ലാം മതത്തിൽ വിശ്വസിച്ച് അതിൻ്റെ ആചാരം അനുഷ്ഠിക്കുന്ന ആ മനുഷ്യൻ രക്ഷപ്പെടണേ എന്നല്ല പ്രാർത്ഥിക്കുന്നത്. ക്യാൻസർ വന്ന് വിഷമിച്ചിരിക്കുന്ന മനുഷ്യനെ വീണ്ടും മതത്തിൻ്റെ പേര് പറഞ്ഞ് വിഷമിപ്പിക്കുക. നിങ്ങൾ പറഞ്ഞിട്ടാ മോഹൻലാൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇന്ന പ്രായച്ചിത്തം ചെയ്യണം. കഷ്ടമാണ് ഇത്, കഷ്ടമാണ്.
മതങ്ങൾ ഞങ്ങളൊക്കെ പിന്നെ എന്താണ് ഇപ്പൊ എൻ്റെ കൂട്ടുകാർ പള്ളിയിൽ പോയാൽ നമ്മൾ എത്രയോ വട്ടം പറയാറുണ്ട്, ഡേ എനിക്ക് വേണ്ടി കൂടെ ഒന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ പോകുമ്പോൾ എൻ്റെ എത്രയോ മുസ്ലിം ക്രിസ്ത്യൻ കൂട്ടുകാർ പറയാറുണ്ട്, എനിക്ക് വേണ്ടിയെങ്കിലും പ്രാർത്ഥിക്കണേ. അപ്പം ഞാൻ പറയുന്നത്, അപ്പം ഇത് ഈ മനുഷ്യൻ ഇതേ കണക്ക് മമ്മൂട്ടിയുടെ വിഷയത്തിൽ പ്രായച്ചിത്തം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാവുന്ന പല മുസ്ലിങ്ങളും പറഞ്ഞത്, സാറേ മുസ്ലിങ്ങൾക്കും കൂടെ നാണക്കേടുണ്ടാക്കാൻ ഇങ്ങനെ കുറേ എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത്. കാരണം ഇവനൊക്കെ പറയുമ്പോൾ ആളുകൾ വിചാരിക്കുക എല്ലാവരും അങ്ങനെയാണെന്നല്ല. മുസ്ലിങ്ങൾ 90% നല്ലവരാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഒരു കുടം പാലി ഒരു തുള്ളി വിഷം വീണാൽ പോരെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഏത് മതം, ഹിന്ദു മതം, ക്രിസ്തു മതം, ഇസ്ലാം മതം, ഇങ്ങനൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. കാരണം മതവും വ്യക്തിബന്ധവും സ്നേഹവും തമ്മിൽ കൂട്ടിക്കുലയ്ക്കരുത്. മോഹൻലാലും മമ്മൂട്ടിക്ക് വേണ്ടി ചെയ്യുന്നു, അവിടെയൊന്നും മതം വലിച്ചെടുക്കരുതേ. ഒരു മനുഷ്യന് ക്യാൻസർ ആണെന്ന് കേട്ടപ്പോൾ ആ മനുഷ്യനെ മതമില്ലാതെ സ്നേഹിക്കുന്നത് കൊണ്ട് ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, വർഷിപ്പ് യുവർ ഗോഡ്, റെസ്പെക്റ്റ് അതർ ഗോഡ്. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക, നല്ല രീതിയിൽ മതപഠനം നടത്തുക. എല്ലാ മതങ്ങളും നല്ലതാണ്, എല്ലാ മതങ്ങളിൽ പറഞ്ഞിരിക്കുന്നതും നല്ലതാണ്. നമുക്കെല്ലാം സ്വരുമയോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കാം. എല്ലാ സാധാരണ മനുഷ്യർക്കും, അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പരസ്പരം ആളുകൾ ഭയങ്കര സ്നേഹത്തിലാണ് കഴിയുന്നത്. കുറച്ച് മതഭ്രാന്തന്മാർ മാത്രമേ ഉള്ളൂ. ദയവ് ചെയ്ത് നമ്മുടെ മതസൗഹാർദ്ദം തകർക്കുന്ന ഒന്നും ചെയ്യരുത്. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.